വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സേഫായി ഹാപ്പി ആയിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ കുഴപ്പമില്ലാണ്ടിരിക്കുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കുറേ പേര് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നുണ്ട് കേട്ടോ. വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരു മടിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ടൈമിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണണം കേട്ടോ. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അതെ, നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ട്രഡീഷണൽ ലുക്ക് ഇല്ലെങ്കിൽ നാടൻ ലുക്കിൽ എങ്ങനെ ഒരു മോഡേൺ ലുക്ക് ആവാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. കുറച്ച് പേർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും. ഒന്ന് ട്രാൻസ്ഫോം ചെയ്യണം, നമ്മുടെ ലുക്കൊന്ന് ചേഞ്ച് ആക്കണം എന്നുള്ളവർക്ക് ഇതെന്തായാലും ഉപകാരപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ടിപ്സിലോട്ട് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു സ്റ്റോറി പറയാം കേട്ടോ. ഞാൻ എങ്ങനെയാണ് ട്രഡീഷണൽ ലുക്കിന്ന് ഇല്ലെങ്കിൽ നാടൻ ലുക്കിന്ന് ഒന്ന് മോഡേൺ ആയത് എന്നുള്ള ചെറിയ ചെറിയ ടിപ്സും ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഒരു സ്റ്റോറിയും ഞാൻ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ കഥ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ട്രഡീഷണൽ ലുക്കെന്ന് ഇല്ലെങ്കിൽ ഒരു നാടൻ ലുക്കെന്ന് നമ്മൾ മോഡേൺ ലുക്ക് ആവുക എന്ന് പറയുന്നത് നാട്ടിൻപുറത്ത് ജീവിച്ചു വന്ന ആൾക്കാർക്ക്, പെൺകുട്ടികൾക്ക് അത് ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ. ഞാൻ ഇപ്പോഴും ഒരു ഭയങ്കര വലിയ മോഡേൺ ലുക്കിലോട്ടൊന്നും കടന്നിട്ടില്ല. പക്ഷെ അത്യാവശ്യം പുറത്ത് പോണ ടൈമിൽ കുറച്ച് മോഡേൺ ലുക്ക് ആവാൻ ഞാൻ ട്രൈ ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ട്രൈ ചെയ്ത് സക്സസ് ആയ ടിപ്സൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, എനിക്ക് മോഡേൺ ഡ്രസ്സ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഈ ഒരു സ്റ്റോറി ഷെയർ ചെയ്തിട്ടുണ്ട് മുമ്പത്തെ വീഡിയോയിൽ. ഞാനൊരു മോഡേൺ ഡ്രസ്സ് ഇട്ടിട്ട് പോയ ടൈമിൽ എന്നെ കണ്ടിട്ട് പറഞ്ഞു, ഇവള് ഭയങ്കര അഹങ്കാരിയാണ് കേട്ടോ, നോക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുന്നത്, എന്ത് ഡ്രസ്സാണിത് എന്നൊരാളെ പറഞ്ഞിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അന്ന് നമ്മളുടെ മനസ്സിൽ കയറിയതാണ്, ഇല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ കയറിയതാണ്, ഈ മോഡേൺ ഡ്രസ്സ് ഇടുന്ന ആൾക്കാരൊക്കെ എന്തോ ആണ്, മീൻസ് മോശപ്പെട്ട രീതിയിലാണ് അവരെ കാണുന്നത് കണ്ട് എൻ്റെ മനസ്സിൽ കയറി പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നമുക്ക് എന്താ കുർത്ത ഇടും, പാൻ്റ് ഇടും, അല്ലാതെ എനിക്ക് ജീൻസ് പോലും ഇടാൻ മടിയുള്ള ഒരു ടൈം ഉണ്ടായിരുന്നു കേട്ടോ. അതിന്നൊക്കെ പിന്നെ കുറച്ച് നമ്മുടെ ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടാവുമല്ലോ, അവരൊക്കെ കുറച്ച് മോഡേൺ ആകുമ്പോൾ നമുക്കും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, മോഡേൺ ഡ്രസ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇപ്പോൾ ഈ കുർത്തയൊക്കെ ഉണ്ടാവുമല്ലോ, കുർത്തൻ ചെപ്പൻ ജീൻസൊക്കെ സ്റ്റൈൽ ചെയ്യാൻ തുടങ്ങിയിട്ടോ. എന്നാലും വലിയ രീതിക്ക് ഞാൻ അങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്കറിയാം, ഞാനൊരു ഷോർട്ടായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയെന്ന് വെച്ചാൽ, പുറത്ത് പോയിന്ന് വെച്ചാൽ വിത്തിൻ സെക്കൻഡ് എൻ്റെ വീട്ടിലേക്ക് കോൾ വരും, അതെ കുട്ടി ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ടാണ് കേട്ടോ ഇറങ്ങണത്, ഇതൊന്നും നമുക്ക് ചേർന്നതല്ല, അങ്ങനെയുള്ള ഒരു രീതിക്ക് വരുന്ന എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് ഞാൻ അതിലോട്ടൊന്നും ഇഷ്യൂ ആക്കണ്ട എന്ന രീതിക്ക് ഞാൻ അധികം മോഡേൺ ഡ്രസ്സൊന്നും ട്രൈ ചെയ്യാറില്ല. പക്ഷേ എനിക്ക് അത്രയും മോഡേൺ ഡ്രസ്സ് ഇടാനുള്ള താല്പര്യം എപ്പോഴാണെന്ന് വെച്ചാൽ, ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ട്രിപ്പൊക്കെ പോകുമല്ലോ, നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ വർക്കല പോയപ്പോൾ ഇട്ട ഡ്രസ്സ് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ, ആ ഒരു ഡ്രസ്സ്. അപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മളവിടെ ആരും ജഡ്ജ് ചെയ്യാനില്ല, നമ്മളാരും എന്തിനാണ് ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കാൻ ആരുമില്ല. നമുക്കപ്പോൾ ഭയങ്കര കംഫേർട്ടായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ പോണ ടൈമിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ മൂന്നാർ പോകുമ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു മൂന്നാർ. അപ്പോൾ പോകുമ്പോഴും അങ്ങനെയാണ്, എനിക്കിഷ്ടമുള്ള ഡ്രസ്സാണ് ഇട്ടത് കേട്ടോ. അത് ഞാൻ സൈഡിൽ കൊടുക്കാം. അല്ലാണ്ട് ഞാൻ പുറത്ത് വീട്ടിലിരിക്കുന്ന ടൈമിൽ നമ്മൾ ടൗണിലേക്കോ ഇല്ലെങ്കിൽ എവിടേക്കും പോകുമ്പോൾ അധികം മോഡേൺ ഡ്രസ്സൊന്നും ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യാറില്ല കേട്ടോ. ചുരിദാർ, ദുപ്പട്ട, ഷോള് അങ്ങനെ വെച്ചിട്ടൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ എൻ്റെ സിസ്റ്റർ ഇപ്പോൾ അവൾ നന്നായിട്ട് ഡ്രസ്സിങ് ചെയ്യും, അവൾക്ക് കൂടുതൽ മോഡേൺ ഡ്രസ്സാണ് അവൾ യൂസ് ചെയ്യുക കേട്ടോ. പക്ഷെ എനിക്ക് ഇപ്പോഴും ആ ഒരു കംഫർട്ട് ഇവിടെ ഇട്ട് നടക്കാൻ വന്നിട്ടില്ല. കാരണം എനിക്ക് വന്ന നെഗറ്റീവ്സും കാര്യങ്ങളും അങ്ങനെയുള്ളതായിരുന്നു കേട്ടോ. ഞാൻ മോഡേൺ ഡ്രസ്സ് ഇടാൻ ട്രൈ ചെയ്യാൻ തുടങ്ങിയ ടൈമിൽ, ഞാൻ ചെറുപ്പം മുതലേ മോഡേൺ ഡ്രസ്സ് എനിക്ക് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴേ ആൾക്കാരുടെ രീതി സംസാരവും അത്ര വലിയ നല്ലതൊന്നും ആയിരുന്നില്ല. പിന്നെ നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുന്ന ടൈമിൽ നമ്മൾക്ക് എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ നന്നായിട്ട് അങ്ങോട്ട് കൊള്ളും. അപ്പോൾ അതുപോലെ ആയിരുന്നു എനിക്കും അധികം മോഡേൺ ഡ്രസ്സും കാര്യങ്ങളും ഇടാനുള്ളൊരു എന്താ പറയുക, എൻ്റെ ഇഷ്ടത്തിന് ഇടാനുള്ളൊരു സ്വാതന്ത്ര്യമൊന്നും ഫ്രീഡം ഒന്നും കിട്ടിയിട്ടില്ല. സ്വാഭാവികമാണ്. കാരണം നാട്ടിൻ പുറത്ത് അങ്ങനെ മോഡേൺ ഡ്രസ്സ് ഇട്ടു എന്ന് വെച്ചാൽ ആ ഒരു തുറിച്ച് നോട്ടവും, എന്താ ഇവൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്, നോക്ക് കാല് കാണണം, നോക്ക് കൈ കാണണം എന്നുള്ളൊരു ടോക്ക് സ്വാഭാവികമാണ്. അതെല്ലാം അവിടെ ഉണ്ടാവും.
പഴയ നാടൻ ലുക്കിലുള്ള എന്നെ കണ്ടാലോ, ഞാൻ സൈഡിൽ എൻ്റെ പഴയ ലുക്കൊക്കെ കൊടുക്കാം കേട്ടോ. ഞാൻ പണ്ട് ഇടുന്ന ഹെയർ സ്റ്റൈലാണ്, 2 ഭാഗത്ത് പിന്നിടുക, പിന്നെ മുടി പിന്നിട്ട് ഫ്രണ്ടിക്ക് ഒരു സൈഡ് ഇടുക, പിന്നെ കുളിച്ച് പിന്നലൊക്കെ ഇടും കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു തുളസിയും കൂടെ വെക്കും. അപ്പോൾ അതൊക്കെയായിരുന്നു ഞാൻ പണ്ടത്തെ ഒരു ഞാനായി ഇടുന്ന ഒരു കാലം കേട്ടോ. അതിൻ്റെ ഫോട്ടോസ് എൻ്റെ ഉള്ള ഫോട്ടോസ് ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെയായിരുന്നു ആ ഒരു ലുക്കിൽ നിന്നിട്ട് കുറച്ച് മോഡേൺ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ കുർത്ത ഇപ്പോഴും ഇടും. എനിക്കിപ്പോൾ നാടൻ ലുക്ക് ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക, നാടൻ ലുക്ക് കൊള്ളില്ല എന്നല്ല കേട്ടോ പറയണത്. എനിക്കിപ്പോഴും നാടൻ ലുക്ക് ഇഷ്ടമാണ്, ഇപ്പോഴും മോഡേൺ ലുക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു മോഡേൺ ലുക്ക്, ഞാൻ കുറച്ച് ചേഞ്ച് ആയിട്ടുള്ള മോഡേൺ ലുക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ. ആ ഒരു എന്താ പറയുക, ഞാൻ കുർത്താസ് ഇട്ടിട്ട് തന്നെയാണ് ഉള്ളത്. പക്ഷേ ആ ഫസ്റ്റത്തെയും കാട്ടി കുറച്ച് മാറ്റം എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് നല്ല രീതിക്കുള്ള ചേഞ്ചസ് ഒക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ആ കുളിച്ചു പിന്നലൊന്നും ഇപ്പം ഞാൻ അധികം ഇടാറില്ല, കുളിച്ചു പിന്നലിടില്ല. പക്ഷെ ഇങ്ങനെ മുടിയെടുത്തിട്ട് ക്രാബൊക്കെ ഇടാറുണ്ട് കേട്ടോ. അതൊക്കെ എപ്പോഴും ചെയ്യാറുണ്ട്. വലുതായിട്ട് ഞാൻ മാറിയെന്നല്ല, പക്ഷെ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ എനിക്ക് വന്നിട്ടുണ്ടെന്ന് എനിക്ക് ആ പഴയ ഫോട്ടോസും ഇപ്പോഴത്തെ ഉള്ള ഫോട്ടോസും കൂടെ നോക്കുന്ന ടൈമിൽ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. കാരണം അത്രയും എന്താ പറയുക, ഭയങ്കരമായിട്ട് എണ്ണയൊക്കെ തേച്ച് മുടിയൊക്കെ പിഞ്ഞി പൂവൊക്കെ വെച്ച് അങ്ങനെയുള്ള ഒരാളായിരുന്നു കേട്ടോ. അതിന്നാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഞാൻ ആയിരിക്കുന്നത്. പിന്നെ നമുക്കൊരു ത്വര വരുമല്ലോ, എന്തായാലും മോഡേൺ ഡ്രസ്സ് ഇടണം, ഇട്ടേ പറ്റുള്ളൂ. എനിക്ക് അങ്ങനെ ഇടാൻ ഇഷ്ടമാണ് കേട്ടോ. കാരണം എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഞാൻ ഇടുന്ന മോഡേൺ ഡ്രസ്സ് എന്ന് പറയുന്നത് അത്രയ്ക്ക് ബോറായിട്ടുള്ള ഡ്രസ്സുകളൊന്നും അല്ല. അത് നിങ്ങൾക്ക് ആ മുമ്പത്തെ ഫോട്ടോസ് കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ എൻ്റെ ഒരു കോളേജ് പോണ ടൈമിൽ എന്ന് പറയും, കോളേജിൽ ഇത് സ്ട്രിക്റ്റ് ആയിരുന്നു കേട്ടോ. ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു. ഡ്രസ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ചുരിദാറും കുർത്തയും അങ്ങനെയൊക്കെയാണ്. ചുരിദാർ നമുക്ക് ഷോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഇട്ടിട്ട് പോകണം എന്നുള്ളത് കോളേജിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഡിഗ്രിയും PGയും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. പക്ഷെ അവിടെ മോഡേൺ ആയിട്ട് വരുന്ന നമ്മൾ ഇടുന്ന ഡ്രസ്സിനെ തന്നെ നന്നായിട്ട് സ്റ്റൈൽ ചെയ്തിട്ട് വരുന്ന പെൺകുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ വായി നോക്കി നിൽക്കുമായിരുന്നു, എന്ത് രസമല്ലേ അവർ ഇട്ടിട്ട് വരുന്നത്. അവർ ചുരിദാറായിരിക്കും ഇട്ടിട്ട് വരുന്നത്, പക്ഷെ അത് അടിപൊളി മോഡേൺ ലുക്കായിട്ട് നമുക്ക് തോന്നും കേട്ടോ. കാരണം അവർ അങ്ങനെയാണ് സ്റ്റൈൽ ചെയ്തിട്ട് വരിക. അപ്പം ഞാൻ അവരുടെ സ്റ്റൈലൊക്കെ നോക്കി ഇങ്ങനെ കോപ്പി ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ. കോപ്പി ചെയ്യുന്നത് എല്ലാവരും പറയും എന്തിനങ്ങനെ അവരെ നോക്കിയിട്ടൊക്കെ കോപ്പി ചെയ്യുന്നതെന്ന്. നല്ല കാര്യങ്ങൾ കോപ്പി ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല കേട്ടോ. മറ്റുള്ളവരുടെ സ്റ്റൈല് നോക്കിയിട്ട് അതിനെ കുറച്ച് റീക്രിയേറ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. നമ്മൾ നല്ല കാര്യമാണ് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മൾ ഇടുന്ന ഡ്രസ്സ്, എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു ഞാൻ ഇടുന്നത് അത്ര വൃത്തികേടായിട്ടുള്ളതൊന്നും അല്ല ഇടുന്നത് എന്ന്. നിങ്ങൾക്ക് അതിന് എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈല് കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇപ്പോഴും നാടൻ ലുക്കാണ് എന്ന് ചോദിച്ചാൽ അതെയാണ്. മോഡേൺ ലുക്കാണോ എന്ന് ചോദിച്ചാൽ അതെ, മോഡേൺ ലുക്കാണ്. ഞാൻ രണ്ടും കലർന്നതാണ് കേട്ടോ. കാരണം ഇപ്പോൾ വീട്ടിൻ്റെ അവിടെ ഇരിക്കുകയാണ്, വീട്ടിൻ്റെ സൈഡൊക്കെയാണ്, വീട്ടിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് പോകണമെന്ന് പറയുമ്പോൾ ഞാൻ വിയർ ചെയ്യുന്ന സാധനം എന്നത് പറയുന്നത് കുർത്തയും, ഇല്ലെങ്കിൽ കുർത്തൻ്റെ ഒപ്പം ജീൻസ് സ്റ്റൈൽ ചെയ്യും, അങ്ങനെ തന്നെയാണ് കേട്ടോ. വലിയ മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കിപ്പോഴും ചേഞ്ച് വന്നിട്ടില്ല. പിന്നെയും ഞാൻ കൂടുതൽ മോഡേൺ ഡ്രസ്സ് ഇടാൻ തുടങ്ങിയത് എപ്പോഴാണെന്ന് വെച്ചാൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇങ്ങനെ ട്രിപ്പ് പോകുമ്പോൾ മാത്രമാണ് ഞാൻ മോഡേൺ ഡ്രസ്സ് ഇടുക. അത് നിങ്ങൾക്ക് സൈഡിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ മാത്രമാണ് ഞാൻ കൂടുതലും ഇടാറുള്ളത് കേട്ടോ. പിന്നെ വല്ല ഫോട്ടോഷൂട്ട് എന്ന് പറയാൻ നമ്മളെന്നെ വീട്ടിൻ്റെ അടുത്ത് ചെയ്യുന്ന ഷൂട്ട് തന്നെയായിരിക്കും നമ്മുടെ ഫോണിൽ എടുക്കുന്നതാണ്. അപ്പം മാത്രം ഞാൻ മോഡേൺ ഡ്രസ്സ് ഇടുള്ളൂ. പിന്നെ വീഡിയോസിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, അതടക്കം ഞാൻ പുറത്ത് പോകുമ്പോൾ ഇടാറില്ല കേട്ടോ. ഞാൻ അപ്പോഴും കുർത്ത ഇടും, മുടി ഇങ്ങനെ പിന്നിട്ട് ഒരു സൈഡിലേക്ക് ഇടും. എനിക്ക് അപ്പോഴും ഒരേ ലുക്കാണ്. അഥവാ മോഡേൺ ലുക്ക് വേണമെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മുടി ഒന്ന് വിരിച്ചിടും കേട്ടോ. മുടി ഇങ്ങനെ ഒന്ന് ലൂസ് ഹെയർ ആക്കി ഇട്ടിട്ട് പിന്നെ നമുക്ക് എനിക്ക് കൂടുതൽ മോഡേൺ ലുക്കിൽ ഇഷ്ടം എന്ന് പറയുന്നത് ഷോർട്ട് ഡ്രസ്സ് ആണ് കേട്ടോ. അതിന് ഞാൻ സൈഡിൽ കൊടുക്കാം. ഇങ്ങനത്തെ ഉള്ള ഡ്രസ്സുകളാണ് എനിക്ക് കൂടുതലും ഇടാൻ കംഫർട്ടില്ല. അത് ജീൻസും അതിൻ്റെ ഒപ്പം ക്രോപ്പ് ടോപ്പും അങ്ങനെ എനിക്ക് അത്ര താല്പര്യമില്ല കേട്ടോ. കുറച്ചിങ്ങനെ ഫ്ലെയർഡ് ആയിട്ട് ഇങ്ങനെ സ്ലീവ്ലെസ് വരുന്ന ഒരു ഡ്രസ്സസും അങ്ങനത്തെയൊക്കെയാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ സ്റ്റോറി. വലിയതായിട്ട് സ്റ്റോറി എന്ന് പറയാനില്ല, ഞാൻ കൂടുതലും പറയണ്ടെന്ന് വെച്ചിട്ടാണ്. കാരണം ഒന്നാമത് നാട്ടിൻപുറത്തുള്ളവർക്ക് അറിയാം എന്തൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്യുക. മോഡേൺ ഡ്രസ്സ് ഇട്ടാലും ഒന്ന് ലിപ്സ്റ്റിക്കിൻ്റെ കളറൊന്ന് കൂടിപ്പോയാലും നല്ല രീതിക്ക് നമ്മളെ ബ്ലെയിം ചെയ്യാനും ജഡ്ജ് ചെയ്യാനും ആൾക്കാർ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
അതെന്തോ ആയിക്കോട്ടെ, അതിൻ്റെ ഒരു പാർട്ടായിട്ട് നമുക്ക് വിടാം. അപ്പോൾ നമുക്ക് നമ്മളിലോട്ട് വരാം. ടിപ്സ് ആൻഡ് ട്രിക്സിലോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വേണ്ട ഒരു ടിപ്പ് ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കോൺഫിഡൻസ് ആണ് കേട്ടോ. ഈ ഒരു ലുക്കിൽ നിന്ന് എനിക്ക് ഈ ഒരു ലുക്കിലോട്ട് മാറണം എന്നുള്ള കോൺഫിഡൻസ് വേണം. അത് ഞാൻ മാറാൻ പോവാണ്, എനിക്ക് അതിലൊരു പ്രശ്നമില്ല, ആരെന്ത് ജഡ്ജ് ചെയ്താലും എനിക്കത് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളത് മാറണം. പിന്നെ നമ്മൾ മടി പിടിച്ചിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ജഡ്ജ് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടാവുന്ന, അവരൊന്നും മൈൻഡ് ആക്കരുത് കേട്ടോ. നമുക്ക് ആ ഒരു കോൺഫിഡൻസ് വേണം. നമ്മളെ ചേഞ്ച് ആക്കാൻ പോവുകയാണ്, നമ്മളാണ് ഇവിടെ ചേഞ്ച് ആവേണ്ടത്. നമ്മളുടെ ലൈഫിൽ എന്തൊരു സ്റ്റെപ്പാണെങ്കിലും നമ്മളൊരു ചേഞ്ച് ആഗ്രഹിക്കുന്ന ടൈമിൽ നമ്മളെ ജഡ്ജ് ചെയ്യാൻ കുറേ പേരുണ്ടാവും. അപ്പോൾ അതൊന്നും മൈൻഡ് ആക്കണ്ട. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളുടെ എന്ത് കാര്യമാണെന്ന് വെച്ചാലും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങണം കേട്ടോ. അപ്പോൾ സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ പുട്ട് ഓൺ എ ലിറ്റിൽ മേക്കപ്പ്. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ രീതിക്ക് മേക്കപ്പ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഒരു BB ക്രീം വെച്ചിട്ടോ, ഇല്ല സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാത്ത ആൾക്കാരാണെന്ന് വെച്ചാൽ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും അതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങുക. സ്കിൻ കെയർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്യുന്ന ടൈമിൽ ഒന്നില്ലെങ്കിൽ നമ്മുടെ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുക. വലുതായിട്ട് ഫൗണ്ടേഷനും കൺസീലറും അതൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ ഒരു BB ക്രീം ഉണ്ടെങ്കിലോ ഇല്ലെങ്കിൽ ഒരു കോമ്പാക്ട് പൗഡർ ഉണ്ടെന്ന് വെച്ചാൽ ധാരാളമാണ്. അപ്പം ചെറിയ രീതിക്ക് നമ്മുടെ ഫേസിലത്തെ ലുക്കൊന്ന് മാറ്റാൻ നോക്കുക. അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് ലിപ്സ്റ്റിക്ക് ഇടുക. ഡാർക്ക് ലിപ് ഷെയ്ഡ് ഇടാൻ ഭയങ്കര മടിയാണെന്ന് വെച്ചാൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ന്യൂഡ് ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതൊന്ന് ന്യൂഡ് ലിപ്സ്റ്റിക്ക് ഇടാൻ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. എൻ്റെ ഒരു സ്റ്റോറി പറയാം. എനിക്ക് ലിപ്സ്റ്റിക് ഇടാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു കേട്ടോ. ബീട്രൂട്ട് വെച്ചിട്ട് ലിപ്സ്റ്റിക്ക് ഇടും. പിന്നെ ഒരു ടാബ്ലറ്റ് ഉണ്ടായിരുന്നു, അത് എന്ത് ടാബ്ലറ്റ് ആണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അത് വെച്ചിട്ട് ലിപ്സ്റ്റിക്ക് ഇടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങി. എനിക്കിപ്പോഴും ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിയത് ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇട്ടിട്ട് ഒരു ഫംഗ്ഷൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞു, എന്താണ് ഇങ്ങനെ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് വരുന്നത്, എന്തോ പോലെ ഉണ്ട് കേട്ടോ ഫേസ് എന്ന് പറഞ്ഞു. ഞാൻ ഓൺ ദ സ്പോട്ട് തന്നെ എനിക്ക് ഭയങ്കര ഹേർട്ടാവുകയും ചെയ്തു. ഞാൻ നമ്മളുടെ ഡ്രസ്സിൻ്റെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ലിപ്സ്റ്റിക്ക് തുടയ്ക്കുകയും ചെയ്തു കേട്ടോ. അന്ന് തൊട്ടിട്ട് എനിക്ക് ഭയങ്കര ലിപ്സ്റ്റിക്ക് കാണുമ്പോൾ ഇത് ഇടണ്ട എന്നുള്ളൊരു തോട്ടാണ് കേട്ടോ വരാറുള്ളത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഞാൻ കോളേജ് എത്തുമ്പോഴാണ് ലിപ്സ്റ്റിക്ക് ശരിക്കും ന്യൂഡ് ലിപ്സ്റ്റിക്കാണ് ഞാനും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. PG എത്തിയിട്ടാണ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാനേ സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് അതുവരെ ഒരു കോൺഫിഡൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്ന് പറഞ്ഞു വെച്ചാൽ ഏത് ലിപ് ഷെയ്ഡ് തന്നാലും ഞാൻ ഇട്ടിട്ട് പുറത്ത് ധൈര്യമായിട്ട് പോകും കേട്ടോ. അപ്പോൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക് ഇടാൻ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ലിപ്സ്റ്റിക്ക് ഇട്ടു എന്ന് വെച്ചാൽ തന്നെ നമ്മുടെ ഫേസിൽ ഒരു ചേഞ്ച് എന്തായാലും ഉണ്ടാവും. നിങ്ങളൊന്നും വേണ്ട, ഒന്നും മേക്കപ്പ് ഇടണ്ട, സ്കിൻ കെയർ ചെയ്തിട്ട് ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടാൽ മതി. നിങ്ങൾക്ക് ആ ഒരു ഫേസിലെ ചേഞ്ച് മനസ്സിലാവും. അപ്പോൾ ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ലിപ്സ്റ്റിക്ക് ഇടാത്ത ആൾക്കാരാണെന്ന് വെച്ചാൽ, നല്ല ഡാർക്ക് കളർ ഇടാൻ മടിയാണെന്നുണ്ടെന്ന് വെച്ചാൽ ഒന്നും നോക്കണ്ട, ചെറിയ ന്യൂഡ് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഒരു പിങ്ക് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഇങ്ങനത്തെ ലിപ് ഷെയ്ഡൊക്കെ ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തരതാ. ഇതുപോലത്തെ ലിപ് ഷെയ്ഡൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഇട്ടിട്ട് അടിപൊളിയായിരിക്കും. നിങ്ങളുടെ ലുക്ക് തന്നെ ഒരു സ്റ്റാർട്ടിങ് തന്നെ നിങ്ങളുടെ ലുക്ക് മാറ്റിമറിക്കും. തേർഡ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ട്രൈ ന്യൂ ഹെയർ സ്റ്റൈൽ ആൻഡ് ഹെയർ കട്ട്. നമ്മളുടെ ഓവറോൾ ഫേസ് ഒന്ന് ചേഞ്ച് ആവണം, നമ്മുടെ ലുക്ക് ചേഞ്ച് ആവണം എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചേരുന്ന ഒരു ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യുക. ഇല്ലെങ്കിൽ ഒന്ന് ഹെയർ കട്ട് ചെയ്യുക കേട്ടോ. ഞാൻ ഹെയർ കട്ട് ചെയ്തത് കൊടുക്കുക. എനിക്കൊന്ന് ചേഞ്ച് ആവണം എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് നല്ല റിസൾട്ടുമാണ് തന്നത്. ഞാനിപ്പോൾ സൈഡിലൊരു ഫോട്ടോ കൊടുക്കാം കേട്ടോ. ഞാൻ കുളിച്ചിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആണ്. അപ്പോൾ അത് കറക്റ്റ്, അതിൽ അത്ര ലുക്കില്ല, പക്ഷെ അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലുക്കും കൂടിയാണ് കേട്ടോ. ഞാൻ ഹെയർ ദദ്ദത്ത് വരയ്ക്ക് അങ്ങോട്ട് പിടിച്ച് വെട്ടി ഇത്രയ്ക്ക് ഷോർട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ചേഞ്ച് ആർക്കും ആവശ്യമില്ലാത്തതെന്ന് പറഞ്ഞിട്ട് ഞാൻ മുറിച്ചതാണ്. അപ്പോൾ ഹെയർ കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഹെയർ സ്റ്റൈൽ പുതിയതായിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും നേരെടുക്കുന്നുണ്ടല്ലോ, ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള ഒരു നേരെ എടുക്കുക കേട്ടോ. കാരണം എൻ്റെ നെറ്റി ഉന്തിപ്പോവും.
അപ്പം നിങ്ങൾ അതുപോലെ ഈ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ എടുക്കുക. അപ്പം അങ്ങനെ ഓരോരോ പുതിയ പുതിയ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് ട്രൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഒന്ന് ചേഞ്ച് ആവാൻ തുടങ്ങും കേട്ടോ. അത് നമ്മളുടെ ഒരു ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് അറിയാലോ ഏത് ഹെയർ സ്റ്റൈലാണ് അല്ലെങ്കിൽ ഏത് ഹെയർ കട്ടാണ് നിങ്ങൾക്ക് ചേരുക എന്നുള്ളതൊക്കെ. പിന്നെ വേണമെങ്കിൽ മാത്രം ഒന്ന് ഹെയർ കളർ ചെയ്യുക. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഒരു 2 ഹെയർ കളർ ചെയ്തു നിങ്ങളുടെ ഫേസിന് ചേരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹെയർ കളർ ചെയ്താലും നിങ്ങളുടെ ലുക്കൊന്ന് മാറ്റി മറിക്കും കേട്ടോ. ഭയങ്കര ബോറാക്കരുത് ഒരു ലുക്ക്. എനിക്ക് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാനാണ് കേട്ടോ ഇഷ്ടം. ഞാനിപ്പോൾ ഒരു മോഡേൺ ഡ്രസ്സ് ഇടുകയാണെന്ന് വെച്ചാൽ ഞാൻ അധികം ജ്വല്ലറീസും ഭയങ്കരമായിട്ട് ഇടാറില്ല. എനിക്ക് ഭയങ്കര ഒന്നില്ലെങ്കിൽ ഒരു ഗോൾഡൻ കളറ് ഇയറിങ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ ഇടാറുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇതാ സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് കണ്ടോ. ഈ ഒരു മൂക്കുത്തി 2 സൈഡിലും മൂക്കുത്തി ഇട്ടിട്ടുണ്ട്. കാരണം ഇത് ഞാനിപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ട് പോവില്ല. കാരണം എനിക്കറിയാം ഞാൻ പുറത്തേക്ക് ഇട്ടിട്ട് പോയാൽ ജഡ്ജ് ചെയ്യാൻ കുറേ പേരുണ്ടാവുന്നു. പക്ഷെ എനിക്ക് വീഡിയോയിൽ ഇടുമ്പോൾ എനിക്കിത് ഇടുമ്പോൾ ഞാൻ ബ്യൂട്ടിഫുള്ളാണ്, അതുകൊണ്ട് എനിക്ക് കംഫർട്ടാണ്. പക്ഷെ ഞാൻ ആരെയും ജഡ്ജ് ചെയ്തു എന്ന് വെച്ചാൽ എനിക്കിപ്പോഴും ചില ടൈമിൽ എന്നെ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്തു എന്ന് വെച്ചാൽ ഭയങ്കര ഹേർട്ടാവണ ഒരാളാണ്. മനുഷ്യനല്ലേ പുള്ളയെ, അപ്പോൾ ഹേർട്ടാവും. പക്ഷെ നമ്മൾ അതൊന്നും മൈൻഡ് ആക്കരുത് കേട്ടോ. എനിക്ക് ഇങ്ങനെ ഇട്ടിട്ട് പോകണമെന്നുണ്ട്, ഞാൻ എന്തായാലും ഇട്ടിട്ട് പോകും പുറത്തേക്ക്. കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതുപോലെ ഓരോരോ ലുക്ക് ഇങ്ങനെ എന്താ പറയുക, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ അടുത്ത ലാസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ എക്സ്പെരിമെൻറ്റ് വിത്ത് ന്യൂ ഡ്രസ്സിങ് സ്റ്റൈൽസ് കേട്ടോ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ കുർത്തി ഇടുന്ന ടൈമിൽ ഒന്ന് ജീൻസുമായിട്ട് സ്റ്റൈൽ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ കുർത്ത ഇടുന്ന ടൈമിൽ ഇങ്ങനെ ചുരുങ്ങി നിൽക്കുന്ന ഒരു ലെഗിൻസ് ഉണ്ടാവുമല്ലോ, അതങ്ങോട്ട് ഒഴിവാക്കുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയതാണ് പലാസോസ്, ട്രൗസേഴ്സ്. അപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റൈൽ ചെയ്യുക. അപ്പോൾ ആ ഒരു സ്റ്റൈൽ ചെയ്യുമ്പോൾ ഇപ്പോൾ ജീൻസും കുർത്തയും കൂടി ഇടുന്ന ടൈമിൽ ലൂസ് ഹെയർ ആക്കുക. ഇല്ലെങ്കിൽ ഇപ്പോൾ പോണിറ്റെയിൽ കെട്ടിയിട്ട് ഇങ്ങനെ ഈ ഒരു 2 സൈഡിൽ സ്ട്രാൻഡ്സ് കുറച്ചിങ്ങനെ ഇടുക. അടുത്തത് എന്താ ചെയ്യാന്ന് വെച്ചാൽ നാടൻ ഡ്രസ്സും മോഡേൺ ഡ്രസ്സും കൂടെ അങ്ങോട്ട് ഒരുമിപ്പിക്കുക കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ കുർത്തിയും ജീൻസും കൂടെ ഒരുമിപ്പിച്ചല്ലോ, അതുപോലെ തന്നെ സ്കേർട്ടും ടോപ്സും കൂടെ ഒന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കുക. അങ്ങനെ ഓരോരോ സ്റ്റൈലായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് ഏതാ ചേരണമെന്നുള്ളതെന്ന് കേട്ടോ. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഷോർട്ട് ഡ്രസ്സൊക്കെയാണ് കൂടുതൽ ഇടുക പറഞ്ഞില്ല, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ സ്ലീവ്ലെസ് ഡ്രസ്സ് ഇടുന്ന ടൈമിൽ ചിലർക്ക് സ്ലീവ്ലെസ് ഇടാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മളുടെ ജീൻസ് ഉണ്ടല്ലോ, ജീൻസിൻ്റെ കോട്ട്, അതൊന്ന് സ്റ്റൈൽ ചെയ്യുക കേട്ടോ. കാരണം ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഞാൻ വിചാരിക്കുന്നുണ്ട് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ഇതുപോലെ ഓരോരോ സ്റ്റൈലിങ് വീഡിയോസ് ഇടണമെന്ന് ഞാൻ ഒരുപാടായിട്ട് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇടുന്നതായിരിക്കും, ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. കാരണം കുറച്ച് പേർക്കെങ്കിലും ഇതിലിപ്പോൾ ബിഗിനേഴ്സ് ആണെന്ന് വെച്ചാൽ അവർക്കെങ്കിലും ഉപകാരപ്പെടുന്ന എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സ് നമുക്ക് മോഡേൺ ആയിട്ട് എങ്ങനെ സ്റ്റൈൽ ചെയ്യാം എന്നാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഈ ഡ്രസ്സിങ് ചെയ്യുന്നതിൻ്റെ കൂടെ ജ്വല്ലറീസ് ഉണ്ടാവുമല്ലോ, ജ്വല്ലറീസും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ വാച്ച് കെട്ടുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കിപ്പോൾ മോഡേൺ ആയിട്ടുള്ള കുറേ ബ്രേസ്ലെറ്റ് ഒക്കെ കിട്ടുമല്ലോ, ആ ബ്രേസ്ലെറ്റ് ഒക്കെ ഒന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കുക. ഭയങ്കര ഓവർ സ്റ്റൈലിംഗ് ആവരുത്, സിമ്പിൾ സ്റ്റൈലിംഗ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊണ്ടുവരിക. അപ്പം നമ്മൾക്ക് കുറച്ച് അറിയാൻ തുടങ്ങും, ഇങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്തു എന്ന് വെച്ചാൽ നമുക്ക് ലുക്ക് അടിപൊളിയാക്കാം എന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞ് ഈ ഒരു വീഡിയോ നീട്ടി വലിക്കുന്നില്ല, കാരണം പറയാൻ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അടുത്ത വീഡിയോ ആയിട്ട് എന്തായാലും വരുന്നതായിരിക്കും. ഇതല്ലാണ്ട് കുറേ വേറെ ടിപ്സ് ഉണ്ട്, ചെറിയ ടിപ്സൊക്കെ ഉണ്ട്, അതായിട്ട് എന്തായാലും വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ നാട്ടിൻപുറത്തുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുമായിട്ട് പെട്ടെന്ന് കണക്റ്റ് ആക്കാൻ പറ്റും. ചില കാര്യങ്ങളൊന്നും നമുക്ക് ഓവറായിട്ട് മോഡേൺ ഡ്രസ്സും കാര്യങ്ങളൊന്നും നാട്ടിൻപുറത്ത് ഇടാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇടുന്ന ഡ്രസ്സിനെ നമുക്ക് മോഡേൺ ആക്കാം. അതിപ്പോൾ കുർത്തിയാണെന്ന് വെച്ചാലും എന്താ പറയുക, ഷോളാണെന്ന് വെച്ചാലും എന്താണെന്ന് വെച്ചാലും അതിനെ നമുക്ക് മോഡേൺ ആക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസായിട്ട് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും. നമുക്ക് എന്തായാലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തുടങ്ങാം. ഞാനും ഒരു ബിഗിനറാണ്, ഞാനും ഇതിൽ എക്സ്പേർട്ടൊന്നും അല്ല. അപ്പോൾ ഇത് കുറച്ച് പേർക്കെങ്കിലും കണക്റ്റ് ആക്കാൻ പറ്റും, കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റും, കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇത് യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നേരം കേട്ടിരുന്നതിന്
നന്ദി, നമസ്കാരം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പറയണ്ടല്ലോ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലവ് യു ഓൾ.